4 Stars of Destiny എന്ന പുസ്തകം, അതായത് മുൻ കരസേന മേധാവി എം നരവനെയുടെ പുസ്തകം, ആ പുസ്തകത്തിലെ ഉള്ളടക്കം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കിയതാണ് പ്രതിപക്ഷം. ഇന്നലെ പ്രതിപക്ഷത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ഭരണപക്ഷത്തെ ചെറുതല്ലാത്ത രീതിയിലാണ് അസ്വസ്ഥരാക്കിയത്. ചൈനീസ് കടന്നുകയറ്റം തടയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ രാഷ്ട്രീയ തീരുമാനം എടുത്തില്ലെന്ന പരാമർശം ഇന്നും പാർലമെന്റിൽ ഉന്നയിക്കും. സഭാ നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമായേക്കും. നോബൽ മാരിക്കാരൻ തുടരുന്നുണ്ട്. നോബൽ മാരിക്കാരൻ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. രാഹുൽ ഗാന്ധി ഇന്നലെ നരവനെയുടെ പുസ്തകം ലോക്സഭയിൽ എടുത്തത് തേജസ്വി സൂര്യയുടെ ഒരു ചോദ്യത്തിന്, ഒരു പരാമർശത്തിനുള്ള മറുപടിയായിട്ടാണെങ്കിലും അതൊരു വലിയ ആയുധമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല, അത് വാസ്തവമാണ്. അതിന് അനുമതി കൊടുക്കാത്തത് പ്രതിരോധ മന്ത്രാലയമാണ്. 2023 എഴുതി വെച്ച പുസ്തകമാണ്. പെൻഗ്വിൻ ആണ് പ്രസാധകർ. അപ്പോൾ ഈ പുസ്തകത്തിലെ ഉള്ളടക്കം ഇന്നും സഭയിൽ ഉയർത്തി പ്രതിരോധിക്കാനും പ്രതിഷേധിക്കുമാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? അങ്ങനെ വന്നാൽ വീണ്ടും ഇന്നലത്തെ അതേ അവസ്ഥ തുടരുമോ? സ്പീക്കർ ഇടപെടുന്നു, രാജ്നാഥ് സിംഗ്, അമിത്ഷാ, കിരൺ റിജിജു ഇവര് സംഘം ചേർന്ന് രാഹുൽ ഗാന്ധിയെ തടയുന്നു. അത് തന്നെയാണോ ഇന്നും പ്രതീക്ഷിക്കേണ്ടത്? അരുൺ, ഇന്നും പാർലമെന്റിൽ ഇന്നലെ സമാനമായ സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം രാഹുൽ ഗാന്ധി ഇന്നും രാവിലെ സംസാരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി എം നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട് 4 Stars of Destiny എന്ന ആത്മകഥയിലെ ഈ ലഡാക്കിലേക്കുള്ള ചൈനീസ് സേനയുടെ കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ 2 തവണ സഭ നിർത്തിവെച്ചപ്പോഴും രാഹുൽ ഗാന്ധി വീണ്ടും വന്ന് ഇതേ വിഷയം തന്നെ ഉയർത്താനാണ് ശ്രമിച്ചത്. അതിനു പിന്നാലെ നമ്മൾ കണ്ടതാണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കിരൺ റിജിജു അടക്കം BJP നിര ഒന്നടങ്കം രാഹുൽ ഗാന്ധിക്കെതിരെ എഴുന്നേൽക്കുകയും പിന്നീട് വലിയ പ്രതിഷേധമായി അത് മാറുകയും സഭ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇന്നത്തേക്ക് പിരിയുകയാണ് ചെയ്തത്. സമാനമായി തന്നെ ആ വിഷയം ഇന്ന് സജീവമായി തന്നെ ഉയർത്താൻ തന്നെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. രാഹുൽ ഗാന്ധി മാത്രമല്ല, അഖിലേഷ് യാദവ്, അതുപോലെ കല്യാൺ ബാനർജി അടക്കമുള്ള മറ്റു പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ഇനിയിപ്പോൾ രാഷ്ട്രപതി നയപ്രഖ്യാപന പുസ്തകത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിക്കാനുണ്ട്. ഇവരൊക്കെ ഈ വിഷയം ഉയർത്തുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ തീർച്ചയായും പ്രതിരോധത്തിൽ ആകും. ഒപ്പം ഇന്നിപ്പോൾ പാർലമെന്റിൽ ഈ വിഷയം വരികയാണെങ്കിൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധത്തിന് തന്നെ സാധ്യതയുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധം തന്നെയായിരിക്കും ഇന്നും ഉണ്ടാകാൻ പോകുന്നത്. വലിയ തരത്തിൽ നടുത്തളത്തിലേക്ക് അടക്കം ഇറങ്ങി പ്രതിഷേധം മാറുമോ, പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറുമോ എന്നാണ് നമുക്ക് അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പാർലമെന്റ് കവാടത്തിലേക്കും പ്രതിഷേധം നീട്ടാനുള്ള തീർക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉള്ളത് എന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ രാവിലെ പാർലമെന്റിൽ കയറുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തേക്ക് വരും. സ്വാഭാവികമായും സഭാ നടപടിയിൽ ഇന്നിപ്പോൾ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ഒപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാജ്യസഭയിലേക്കും പ്രതിഷേധത്തിന്റെ വഴി തുറക്കും എന്നാണ് അറിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും ഈ നയപ്രഖ്യാപന പുസ്തകത്തിന്മേൽ നന്ദിപ്രമേയ ചർച്ചയിൽ ആദ്യം സംസാരിച്ചു തുടങ്ങുക എന്ന സൂചനയാണ് കോൺഗ്രസ് നൽകുന്നത്. സ്വാഭാവികമായും ഇന്നലെ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പ്രധാനമായും ഇന്നലെ ഉച്ചയ്ക്ക് ഏറെക്കുറെ 1:45 രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേറ്റ് തുടങ്ങിയ സമയം മുതൽ തന്നെ സംസാരിക്കാനുള്ള അവസരമില്ലായിരുന്നു. മറിച്ച് വാദപ്രതിവാദങ്ങളിലേക്കും വലിയ തർക്കങ്ങളിലേക്കുമാണ് ലോക്സഭ പോകുന്നത് നമ്മൾ കണ്ടത്. പ്രതിപക്ഷ നേതാവാണെങ്കിൽ KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എഴുന്നേറ്റ് നിന്ന് വലിയ തരത്തിൽ ഭരണപക്ഷത്തെ ആക്രമിക്കുന്നു നമ്മൾ കണ്ടു. അതേസമയം തിരിച്ച് അവിടെ നിന്നും ആക്രമണം ഉണ്ടായി. ഏതാണെങ്കിലും ഇന്നിപ്പോൾ ഭരണപ്രതിപക്ഷ പ്രതിഷേധത്തിൽ തന്നെ സഭ പ്രക്ഷുബ്ധമാകും. ഒരുപക്ഷെ സഭാ നടപടി ഇന്നും മുന്നോട്ട് പോകാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും സ്പീക്കർക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. രാവിലെ തന്നെ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസുകൾ തയ്യാറാക്കുന്നു പ്രതിപക്ഷം എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലൊന്ന് തീർച്ചയായും ഈ പറഞ്ഞ എം നരവന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാത്ത ബന്ധപ്പെട്ട വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം മറ്റ് വിഷയങ്ങൾ, പ്രത്യേകിച്ച് വ്യാപാര കരാർ അടക്കമുള്ള കാര്യം, ബജറ്റിലെ അവഗണന അടക്കമുള്ള വിഷയങ്ങളും അടിയന്തര പ്രമേയമായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എത്തും. അരുൺ, ഓക്കെ, താങ്ക് യു. നമുക്കിപ്പോൾ നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു നോബൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നരവനെയുടെ കോൺസ്പിറസി എന്നൊരു പുസ്തകം അതിപ്പോൾ കഴിഞ്ഞ തവണ ഇറങ്ങിയിരുന്നു, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ പുസ്തകം 2023 തന്നെ പെൻഗ്വിൻ ബുക്സ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പക്ഷേ ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ തന്നെ വന്നപ്പോൾ വിവാദമായി. കാരണം എന്താ? അഗ്നിപഥ് സ്കീമുണ്ടല്ലോ, ആ അഗ്നിപഥ് സ്കീമിനെ കുറിച്ചുള്ള വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് അന്ന് ആ സമയത്ത് ആ പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കരസേന മേധാവിയാണ് നരവനെ. രണ്ടാമത്തത് ഈ ഗാൽവൻ താഴ്വരയിലുണ്ടായ ഇന്ത്യ ചൈന സംഘർഷം, അതിൽ പ്രധാനപ്പെട്ട ചില വിവരങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത് തന്നെയായിരുന്നു. എന്താ വിവരം? ഈ ഗാൽവൻ താഴ്വരയുടെ ഭാഗത്ത്, ഈസ്റ്റേൺ ലഡാക്കിന്റെ ഭാഗത്ത് കൈലാഷ് സെക്ടറിൽ ചൈനയുടെ 4 ടാങ്കുകൾ 2020 ഓഗസ്റ്റ് മാസം 31 രാത്രി 8:15 ഇരച്ചു വരുന്നു. ഇതറിയുന്ന അവിടുത്തെ നോർത്തേൺ കമാൻഡ് മേധാവിയായ യോഗേഷ് ജോഷി ഇത് നേരെ കരസേന മേധാവിയായ നരവനെ അറിയിക്കുന്നു. ഫോൺ വന്ന് 8:15 തന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രിക്കും ഒപ്പം തന്നെ അജിത് ഡോവലിനും ബിപിൻ റാവൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനും നമ്മുടെ ജയശങ്കറിനെ വിവരം അറിയിക്കുന്നു. 10 വരെ ഒരു വിവരവും കിട്ടിയില്ല. എന്ത് ചെയ്യണം? ടാങ്ക് ഇന്ത്യൻ സൈന്യത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. മീറ്ററുകൾക്കകലെ നിൽക്കുന്ന സാഹചര്യം. മുകളിൽ നിലയിൽ നിൽക്കുന്ന ഇന്ത്യ താഴേക്ക് വെടിയുതിർത്തിട്ടും പ്രയോജനമില്ല. പാകിസ്ഥാൻ അഡ്വാൻസ് ചെയ്യുന്നു. ഒപ്പം മറ്റ് സേനാ വിഭാഗങ്ങളുമുണ്ട്. ഒടുവിൽ 10:00 രാജ്നാഥ് സിംഗ് മറുപടി കൊടുക്കുന്നത്. എന്താ കൊടുത്ത മറുപടി എന്നറിയൂ? ഉചിതമായത് ചെയ്യൂ എന്നാണ്. ഉചിതമായത് ചെയ്യൂ, അത് പൂർണ്ണമായും ഒരു മിലിറ്ററി ആക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ
പൂർണ്ണമായും ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രാഷ്ട്രീയ നേതൃത്വം മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ അനുമതി കിട്ടാതെ പോയി, രാഷ്ട്രീയ തീരുമാനം ഇല്ലാതെ പോയി, അത് സ്വന്തം ചുമലിലാക്കി വെച്ചു എന്നുള്ളതാണ് നരവനെയുടെ വിമർശനം. നരവനെ പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇങ്ങനൊരു തീരുമാനം ഒരു കരസേന മേധാവിയാണോ എടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നതാണ് നരവനെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്നും സഭയിൽ തീപിടിക്കും കേട്ടോ.